38 വർഷമായി രോഗം പിടിച്ചു കിടന്നിരുന്ന ഒരു മനുഷ്യൻ. അവനോട് ചോദിച്ചാൽ അവന് പറയാൻ കഴിയും, ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ ആ കുളത്തിലാക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് മുമ്പേ മറ്റൊരുവൻ ആ കുളത്തിലേക്ക് ചാടി അവർ സൗഖ്യം പ്രാപിക്കും. ഇതുവരെയും 38 വർഷമായി ഞാൻ ഈ കുളക്കരയിൽ കടക്കുമ്പോൾ ഒരുപാട് സൗഖ്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശു അവനെ കണ്ടു, സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും, നിന്റെ കൂടെ നിനക്കൊരു തുണയായിട്ട് നിൽക്കാൻ ഈ ഉലകത്തിൽ നിനക്ക് ആരുമില്ലെങ്കിലും, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായി ഒരുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകലിൽ ആ ഉറപ്പുള്ളവർ എല്ലാ കരങ്ങളൊന്ന് തട്ടി നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ ഒരു കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ എനിക്കൊരു കാരണമുണ്ട്. എന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരത്തില്ലെന്ന് ഞാൻ വിരിച്ചു. പക്ഷേ എന്റെ ദിനവുകളെ എന്റെ ദൈവം മാറ്റി എഴുതി. പിന്നെ എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി ഇന്ന് പകലിൽ സന്തോഷത്തോടെ ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഇന്ന് രാത്രിയിൽ ആരും മൗനമായിട്ടിരിക്കാതെ, ആരും കാഴ്ചക്കാരായിട്ടിരിക്കാതെ, ഇന്ന് പകലിൽ അഭിഷേകത്തിന് നിറവോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുന്നവർ ആത്മനിറവിൽ ഒരുമിച്ച് ആ കരങ്ങളെ ഒന്ന് തട്ടി Hallelujah.